ഹായ്, എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്നേഹപൂർവ്വം സ്വാഗതം. എൻ്റെ ഏറെ നാളത്തെ ആഗ്രഹമായിരുന്നു എനിക്കൊരു ഡ്രോൺ വേണമെന്നുള്ളത്. അങ്ങനെ തമ്പുരാൻ അത് സാക്ഷാത്കരിച്ച് തന്നു. എനിക്കും ലഭിച്ചു മാവിക് മിനി പുതിയ ഡ്രോൺ. അപ്പോൾ അതിൻ്റെ ചില വിശേഷങ്ങളിലേക്കാണ് ഇന്ന് നിങ്ങളെ കൊണ്ടുപോകുന്നത്. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസ് അൺബോക്സിംഗ് ഒന്നും ഞാൻ ചെയ്യുന്നില്ല. ഞാൻ ഓൾറെഡി ഇത് അൺബോക്സ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതെന്ന് മാത്രമേ ഉള്ളൂ. മനോഹരമായ ഒരു പാക്കിങ്ങിലാണ് നമുക്കിത് ലഭിക്കുന്നത്. 2 ബോക്സ് ഇതിനകത്തിലുണ്ട്. ഒന്ന് ഇതിൻ്റെ ഡ്രോൺ ഇതിനകത്തിലാണ് ഇരിക്കുന്നത്. പിന്നെ കുറേ ആക്സസറീസ്, അതെല്ലാം കൂടെ 2 ബോക്സിൽ, വേറെ ഒന്നുമില്ല. അപ്പം ഇത് ഇവിടെ ഇരിക്കട്ടെ. മറ്റെല്ലാ പ്രോഡക്റ്റ്സിലും ഉള്ള പോലെ തന്നെ അതിൻ്റെ കാറ്റലോഗ്സ് ഇതിനകത്തിലുണ്ട്. അപ്പം ഇത് വായിച്ച് നോക്കി ഇതിനകത്ത് ഡീറ്റെയിൽസ് ആയിട്ട് ഇത് എങ്ങനെ ഉപയോഗിക്കണം എന്നുള്ളതിൻ്റെ എല്ലാ കാര്യങ്ങളും ഇതിനകത്തിലുണ്ട്. പിന്നെ അതിൻ്റെ ഒരു ലീഫ് എക്സ്ട്രാ ഇതിനകത്തിലൊരു പാക്കേജ് തന്നിട്ടുണ്ട്. അതിൻ്റെ ഫ്രണ്ട് ആൻഡ് ബാക്ക് 2 ടൈപ്പാണ്. അതൊക്കെ മാർക്ക് ചെയ്തിട്ടുണ്ട്. കോണോട് ആണ്. അപ്പം 2 സെറ്റ് ലീഫ്. പിന്നെ ഇതിൻ്റെ കേബിളാണ്. അപ്പോൾ ഇതിനകത്ത് എന്ന് പറഞ്ഞാൽ ഞാൻ എടുത്തിട്ടുണ്ട് ഇപ്പം. അപ്പം 3 ടൈപ്പ് കേബിൾസാണുള്ളത്. നമുക്കിത് ഡ്രോണിൻ്റെ RC മൊബൈലുമായിട്ട് അല്ലെങ്കിൽ ഐപാഡുമായിട്ട് കണക്ട് ചെയ്യാനുള്ളത്. അപ്പം ഇപ്പം ഞാൻ കണക്ട് ചെയ്യുന്നത് C ടൈപ്പാണ്. 3 ടൈപ്പ് കോഡുണ്ട്. സാംസങ്ങിൻ്റെ തന്നെ മറ്റ് ഫോണിലോ ആപ്പിൾ അങ്ങനെ ഒരുപാട് ടൈപ്പ് ഓഫ് ഫോൺസ് ഉണ്ട്. അപ്പോൾ അതിലൊക്കെ കണക്ട് ചെയ്യാൻ പറ്റുന്ന 3 കോഡ്സ് ഇതിൻ്റെ കൂടെ ഉണ്ട്. പിന്നെ അതിൻ്റെ കൂടെ തന്നെ അതിനകത്തിൽ ഞാനിപ്പോൾ ഓൾറെഡി പോക്കറ്റിനകത്തിലാക്കി കഴിഞ്ഞു. അപ്പം നമ്മുടെ ജോയ്സ്റ്റിക്ക് എക്സ്ട്രാ ഒരു 2 എണ്ണം കൂടി ഇതിനകത്തിൽ ആഡ് ചെയ്തിട്ടുണ്ട്. എന്തെങ്കിലും ഒരു കംപ്ലയിൻസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ അതിന് റിക്കവർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിൻ്റെ ഡേറ്റ കേബിൾസ് കൂടി ഇതിനകത്തിൽ ഉണ്ട്. പിന്നെ ഇതിൻ്റെ കൂടെ ഉള്ളതെന്ന് പറഞ്ഞാൽ നമുക്കിതിൻ്റെ ലീഫ് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ചെറിയൊരു സ്ക്രൂ ഡ്രൈവർ പാക്ക് കൂടെ ഇതിനകത്തിൽ കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഫാസ്റ്റ് ചാർജിങ് സിസ്റ്റമാണ്. നമുക്ക് ഇത് ഉപയോഗിച്ച് ഡ്രോണിൻ്റെ ബാറ്ററി നമുക്ക് ചാർജ് ചെയ്യാൻ പറ്റും. ഇനി നമുക്ക് ഇതിൻ്റെ പാക്കിനകത്തിൽ എന്താ ഉള്ളതെന്ന് നോക്കാം. നല്ല ഒരു പാക്കിംഗ് ആണ് മാവിക് മിനിക്ക് തന്നിട്ടുള്ളത്. ഇതിൻ്റെ പാക്കിംഗ് കണ്ടാൽ തന്നെ അറിയാം, നല്ലൊരു ക്ലാസിക് ലുക്ക് തന്നെയുണ്ട്. വളരെ കംഫർട്ടബിളായിട്ട് ട്രാവലിംഗ് കൊണ്ടുപോകാൻ പറ്റുന്ന തരത്തിൽ, താഴെ വീണാലും ഒന്നും കുഴപ്പമില്ലാത്ത തരത്തിലുള്ള ഒരു സേഫായിട്ടുള്ളൊരു പാക്കിംഗ് ആണ്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഡ്രോൺ പുറത്തെടുക്കാം. വളരെ ചെറുതായിട്ട്, അതായത് ഒരു മൊബൈലിൻ്റെ വലിപ്പം മാത്രമേ ഉള്ളൂ ഈ ഡ്രോണിന്. 249 ഗ്രാമാണ് ഇതിൻ്റെ വെയ്റ്റ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപാട് അഡ്വാൻറ്റേജസ് ഇത് പറപ്പിക്കുമ്പോൾ തന്നെ നമുക്ക് ഉണ്ട്. അത് പ്രൊഫഷണലി യൂസ് ചെയ്യുന്നവർക്ക് മനസ്സിലാവും അതിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത്. ഞാൻ പറയുന്നില്ല. ഇത് കൂടാതെ ഇതിൻ്റെ RC ആണ്, ഡ്രോണുമായിട്ട് കണക്ട് ചെയ്യുന്ന ആണ്. 2 ആൻറ്റിനാസ് ഉണ്ട്. പിന്നെ ഇവിടെ ജോയ്സ്റ്റിക്ക്. അപ്പം ഇത് ഒരെണ്ണം ഇതിൻ്റെ കൂടെ തന്നെ ജോയ്സ്റ്റിക്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമുക്കിത് ഇവിടെ തന്നെ കണക്ട് ചെയ്യാൻ പറ്റും. ഇവിടുന്ന് ഊരിയിട്ട് ഇവിടെ കണക്ട് ചെയ്യാൻ പറ്റും. 2 എണ്ണം 2 സൈഡിലുമായിട്ടുണ്ട്. ഓക്കെ. അപ്പം നമുക്ക് ഈ 2 ഇത് എക്സ്പാൻഡ് ചെയ്യാൻ പറ്റും. എൻ്റെ ഇവിടെ സൈഡിലേക്ക് വലിച്ച് നീട്ടിങ്ങിട്ടിട്ട് ഇവിടേക്ക് നമുക്ക് മൊബൈൽ സെറ്റ് ചെയ്തുകൊണ്ട് നമുക്കിത് കണക്ട് ചെയ്യാൻ പറ്റും. അപ്പം ഈ 2 ആൻറ്റിനയാണ് ഈ RCയും ഈ ഡ്രോണുമായിട്ട് കണക്ട് ചെയ്യുന്നത്. പിന്നെ കൂടാതെ നല്ലൊരു ബാറ്ററി പാക്ക്, അതായത് കോംബോ പാക്കിങ്ങിൽ കോംബോ ഓഫറായിട്ട് നമുക്കിത് ലഭിക്കും.
3 ബാറ്ററിയാണ് ഇതിൻ്റെ കൂടെ ഉള്ളത്. അപ്പോൾ ഓൾറെഡി ഞാനൊരു ബാറ്ററി ഇതിനകത്ത് ഇപ്പോൾ ഇട്ടിട്ടുണ്ട്. 3 ബാറ്ററിയുടെ ഒരു പാക്കാണ്. അപ്പം നമുക്ക് ലോങ്ങിലായിട്ട് എവിടെയെങ്കിലും ഒക്കെ പോയി നമുക്ക് ഷൂട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ മിനിമം ഒരു 3 ബാറ്ററി എങ്കിലും ഇല്ലെങ്കിൽ നമുക്കിത് പറ്റത്തില്ല. അപ്പം അത്രയും കാര്യങ്ങൾ ആയിട്ടുണ്ട്. പിന്നെ ഇവിടെയാണ് അതിൻ്റെ ബാറ്ററി സെറ്റ് ചെയ്യുന്നത്. ഈ ബാക്ക് ഡോർ തുറന്നു കഴിഞ്ഞാൽ നമുക്കിവിടെ ബാറ്ററി സെറ്റ് ചെയ്യാം. അതുപോലെ തന്നെ ഈ പോർട്ടിലാണ് നമുക്ക് കേബിൾ കണക്ട് ചെയ്യാം, ഇപ്പം ഡാറ്റ ട്രാൻസ്ഫറിങ്ങിനൊക്കെ ആയിട്ട്. അതുപോലെ തന്നെ അതിലെ മൈക്രോ SD കാർഡ്സാണ് നമുക്കിടുന്നത്. അതിൻ്റെ ഹൈ സ്പീഡ് കാർഡാണ് നമുക്കിവിടെ യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ ഇത് ഫ്ലൈ ചെയ്യുന്നതിനായിട്ട് നമുക്കിത് ലീഫ് ഇങ്ങനെ അങ്ങോട്ട് ഒരു ചെറിയൊരു സ്പ്രിങ് ആക്ഷനോട് കൂടിയാണത് റിലീസ് ആവുന്നത്. നോക്കിക്കഴിഞ്ഞാൽ അറിയാം എന്തോരം വലിപ്പം ഇതിനുണ്ട് എന്നുള്ളത്. ഇതിൻ്റെ ഔട്ട്പുട്ട് അന്യായ ഔട്ട്പുട്ടാണ്. ഇതൊരു 3 ആക്സിസ് ഗിംബൽ ക്യാമറയാണ്. അതുകൊണ്ട് തന്നെ എത്ര വിൻഡ് വന്നാലും എങ്ങനെയൊക്കെ റൊട്ടേറ്റ് ചെയ്താലും ആടിയാലും ഒന്നും വിഷ്വൽസിന് ഒരു കോട്ടവും പറ്റത്തില്ല. അത് നല്ല സ്റ്റഡി ആയിരിക്കും. പിന്നെ അതിൻ്റെ ഒരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ടൊരു ഒരു പ്രൊട്ടക്ഷൻ ഗ്ലാസ്, അതായത് നമ്മൾ ഷൂട്ടിംഗ് സമയത്ത് ഇത് റിമൂവ് ചെയ്യുക, ഉപയോഗിക്കുക. 2.7 4K റെസൊല്യൂഷനിലാണ്. നമുക്ക് ഏത് മോഡൽ വേണമെങ്കിലും എടുക്കാം, HD വേണമെങ്കിലും എടുക്കാം, 4K റെസൊല്യൂഷനിൽ എടുക്കാം. ഞാൻ കൂടുതൽ എടുക്കുന്നത് HD തന്നെയാണ്. 4K വേണമെങ്കിൽ 4K എടുക്കാം. 2 പ്രൊട്ടക്ഷൻ ഗാർഡ് തന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഗാർഡ് ഉപയോഗിച്ച് ഇത് പറത്തി കഴിഞ്ഞാൽ ഇതിൻ്റെ ലീഫിന് കംപ്ലൈൻറ്റ് വരാതെ, എവിടെയെങ്കിലും പോയി ക്രാഷ് ആയാൽ ലീഫിന് കംപ്ലൈൻറ്റ് വരാതെ, അല്ലെങ്കിൽ മറ്റ് ഡ്രോണിൻ്റെ പാർട്സിനൊന്നും കംപ്ലൈൻറ്റ് വരാതെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഗാർഡ് തന്നേക്കുന്നത്. അത് ബിഗിനേഴ്സിന് മാത്രമാണ്. കുറേ എക്സ്പെർട്ടായി കഴിഞ്ഞതിന് ശേഷം ഇത് ഒഴിവാക്കാവുന്നതാണ്. ഈ RCL നമുക്കൊരു മൊബൈൽ ഇവിടെ കണക്ട് ചെയ്യാം. മൊബൈൽ കണക്ട് ചെയ്തിട്ടുണ്ട്. മനോഹരമായ ഫുട്ടേജസ്, അതായത് വീഡിയോ ഫുട്ടേജസും സ്റ്റില്ലും ഒക്കെ എടുക്കാനായിട്ട് സാധിക്കുമെന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഒരു പ്രത്യേകത. ഞാനിന്ന് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് ഈ ഡ്രോൺ ഉപയോഗിച്ച് ഞാൻ എടുത്ത കുറേ വിഷ്വൽസാണ്. മനോഹരമായ കുട്ടനാടിൻ്റെ കുറേ കാഴ്ചകൾ ഞാൻ ഇതിനകത്ത് ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം നിങ്ങൾ കണ്ടു നോക്കുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുത്. അപ്പോൾ നമുക്ക് മനോഹരമായ കുട്ടനാടൻ കാഴ്ചകളിലേക്ക് പോകാം.
മനോഹരമായ കുട്ടനാടൻ കാഴ്ചകളൊക്കെയും നിങ്ങൾ കണ്ടു കഴിഞ്ഞു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത്. അപ്പോൾ വർണ്ണപ്രപഞ്ചത്തിൻ്റെ വർണ്ണമനോഹരമായ സുന്ദര ദൃശ്യങ്ങളുമായി മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും അജയ് വർണ്ണപ്രപഞ്ചം സൈനിങ് ഓഫ്.